ഇപ്പോൾ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിലും നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നമുക്ക് ഓൺലൈൻ ക്ലാസ് കയറാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. അഡ്മിഷൻ എടുക്കുന്ന ടൈം ആണെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് മാത്രം അടച്ചാൽ മതി. ബാക്കി ഫീസ് നമ്മൾ ജോബ് കിട്ടിയതിന് ശേഷം അടച്ചാൽ മതി. അതുകൊണ്ട് മൈ നെയിം ഈസ് സാന്ദ്ര. ഐ എം ഫ്രം എടത്തിരുത്തി. ഞാൻ ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമിയിലെ 15th ബാച്ചാണ്. ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സാണ് ഞാൻ അതിലെടുത്തത്. ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമിയെ കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത്. അങ്ങനെ ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്ത് കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അതിനുശേഷമാണ് ഞാൻ അഡ്മിഷൻ എടുത്തത്. അഡ്മിഷൻ എടുക്കുന്ന ടൈം ആണെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് മാത്രം അടച്ചാൽ മതി. ബാക്കി ഫീസ് നമ്മൾ ജോബ് കിട്ടിയതിന് ശേഷം അടച്ചാൽ മതി. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് ഇതിൽ വരുന്നത്. ഇതിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല മറ്റു കോഴ്സുകളും ഇതിൽ അവൈലബിൾ ആണ്. ക്ലാസ്സുകളെല്ലാം ഓൺലൈനാണ്. ഓൺലൈൻ ക്ലാസ്സുകളായാലും നമുക്ക് പഠിക്കാനോ അല്ലെങ്കിൽ സിലബസോ അങ്ങനെ ബുദ്ധിമുട്ടുള്ളതൊന്നും അല്ല. ടീച്ചേഴ്സൊക്കെ വളരെ നന്നായാണ് ക്ലാസ്സുകളും നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്ത് തരുന്നതൊക്കെ വളരെ നല്ല രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിലും നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നമുക്ക് ഓൺലൈൻ ക്ലാസ് കയറാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. അവർ 48 hours കഴിയുമ്പോൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഇടും. അതായാലും അറ്റൻഡ് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള 3 months ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരിഞ്ഞാലക്കുട മറീന ഹോസ്പിറ്റലിൽ. സോ താങ്ക്സ് ടു ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമി.